നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം പത്രിക സമർപ്പിച്ചു. അവസാന ദിവസമായ തിങ്കളാഴ്ച നിരവധി പത്രികകൾ സമർപ്പിച്ചു. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി.ഒ. മോഹനനും അഴീക്കോട്ടെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും പത്രിക സമർപ്പിച്ചു. ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയെ സന്ദർശിച്ച ശേഷമായിരുന്നു ടി.ഒ. മോഹനന്റെ പത്രികാ സമർപ്പണം. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ക്ഷേത്രങ്ങളും ബിഷപ്പ് ഹൗസും സന്ദർശിച്ചതിന് ശേഷമാണ് പത്രികാ സമർപ്പണത്തിന് എത്തിയത്. കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ എത്തിയ ടി.ഒ. മോഹനെ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല സ്വീകരിച്ചു. രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ബിഷപ്പ് സ്ഥാനാർത്ഥിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. വിജയാശംസ നേർന്നാണ് ടി.ഒ. മോഹനെ ഡോക്ടർ അലക്സ് വടക്കുംതല യാത്രയാക്കിയത്. ടി.ഒ. മോഹനൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പേരും സേവനവും കണ്ണൂരുകാർക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. തീർച്ചയായും ഈ ഒരു തിരഞ്ഞെടുപ്പ് ഈ പ്രദേശത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ മുഴുവൻ ഭാവിയെ, പുരോഗതിയെ, വളർച്ചയൊക്കെ നിർണ്ണയിക്കുന്ന ഒരവസരമാണ്. ജനങ്ങൾ അവരുടേതായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കട്ടെ. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ അതിൻ്റെ ഉത്തരവാദിത്വം, ജനങ്ങളോടുള്ള ദൗത്യവും ഓർത്തുകൊണ്ട് ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കട്ടെ. ടി.ഒ. മോഹനൻ സാറിന് എല്ലാ വിജയാശംസകളും നേരുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കണ്ണൂർ മേയർ എന്ന നിലയിൽ നാടിന് സുപരിചിതനായ ടി.ഒ. മോഹന് സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിയും ആശംസകൾ നേർന്നു. കണ്ണൂറുകാർക്ക് പ്രിയങ്കരനാണ്, കാരണം മേയറായിരുന്നു. അപ്പോൾ ആ തുടർച്ച തന്നെ ഇനി ഈ അസംബ്ലി ഇലക്ഷനിലും ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുപരിചിതനായിട്ടുള്ള മോഹൻ സാറ് കേരളത്തിൻ്റെ ഒരു വക്താവ് എന്ന നിലയിൽ, കണ്ണൂരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ മതേതരത്വവും ജനാധിപത്യവും ഐക്യവും ഒക്കെ വികസനത്തിന് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു നേതാവായി തീരട്ടെ എന്നുള്ളൊരാശംസയാണ് എനിക്കുള്ളത്. ബിഷപ്പ് ഹൗസ് സന്ദർശനത്തിന് ശേഷം DCC ഓഫീസിൽ എത്തിയ ടി.ഒ. മോഹനൻ നേതാക്കൾക്കൊപ്പം പ്രകടനമായാണ് പത്രികാ സമർപ്പണത്തിന് കളക്ട്രേറ്റിൽ എത്തിയത്. വരണാധികാരി C. ബിജു മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, VA നാരായണൻ, MP മുഹമ്മദ് അലി, രാജീവൻ എളിയാവൂർ, സജീവ് മാറോളി, അഡ്വക്കേറ്റ് P. ഇന്ദിര, KP താഹിർ, റിജിൽ മാക്കുറ്റി, ജോൺസൺ, ഫാറൂഖ് വട്ടപ്പൊയിൽ, PC അഹമ്മദ് കുട്ടി, KP സലീം, അമൃത രാമകൃഷ്ണൻ, PV ഗോപിനാഥ്, മുഹമ്മദ് ബ്ലാത്തൂർ, സുരേഷ് ബാബു എളിയാവൂർ, P. മാധവൻ, റഷീദ് കൗവായി, സുധീഷ് മുണ്ടേരി, ശ്രീജ മഠത്തിൽ, CM ഗോപിനാഥ്, ഷമാ മുഹമ്മദ് തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. അഴീക്കോട് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കരീം ചേലേരിയും UDF നേതാക്കൾക്കൊപ്പം പ്രകടനമായാണ് കളക്ട്രേറ്റിൽ പത്രിക നൽകാൻ എത്തിയത്. വരണാധികാരി AK അനീഷ് മുമ്പാകെയാണ് പത്രിക നൽകിയത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ K. പ്രമോദ്, കൺവീനർ CP അബ്ദുൾ റഷീദ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കരീം ചേലേരി പത്രിക നൽകിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.